എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതുപോലത്തെ 2 പഴം അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഏത്തപ്പഴം കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാനാണ്, സ്നാക്സ് ഉണ്ടാക്കാൻ. കുറച്ച് നെയ്യിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മെൽറ്റാവട്ടെ. ഈ നെയ്യിലേക്ക് ഈ 2 പഴം, 2 ഏത്തപ്പഴം വലിപ്പമുള്ളത് അരിഞ്ഞതാണ്, ചെറുതാക്കി അരിഞ്ഞതാണ്, ഇട്ട് കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് ഉടച്ചു കൊടുക്കണം. അതൊന്ന് വേവട്ടെ. ഈ പഴത്തിലേക്ക് ഇത്രയും പഞ്ചസാര, ഒരു ചെറിയ ബൗളാണ്, ഇട്ട് കൊടുക്കണം. പൊടിക്കാത്ത പഞ്ചസാരയാണ്. അത് പഴത്തിൽ മിക്സ് ആയിക്കോളും, മെൽറ്റായിട്ട്. ഒപ്പം തന്നെ ഒരു ചെറിയ ബൗള്, ചെറിയ ബൗളാണ്, അത്രയും ഒരു മുറി തേങ്ങയുണ്ട്, അത് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി മിക്സ് ചെയ്യുക. പഴം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉടഞ്ഞിട്ടുണ്ട് കുറച്ച്, പിന്നെ ഒന്ന് ചെറിയ കഷ്ണമൊക്കെ കിടന്നാലും കുഴപ്പമില്ല, കടിക്കാൻ നല്ലതാണ്. ഇളക്കുമ്പോൾ തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. പഴവും തേങ്ങയും പഞ്ചസാരയും മിക്സ് ആയിട്ടുണ്ട്. ഞാനത് വാങ്ങാൻ പോവാം, മാറ്റി വയ്ക്കണം. വേറൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ വെള്ളത്തിലേക്ക് ഒരു പൊട്ട് ഉപ്പ്, അതരല്ലേ, കുറച്ച് ഉപ്പ്, ഒരു കപ്പ് റവ, 1 കപ്പ് റവയാണ്, വറുത്ത റവയാണ്. വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. 1 കപ്പ് റവയിൽ 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ.
ഞാൻ ഈ വെള്ളത്തിലേക്ക് ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടില്ലാന്നുള്ളൂ, ഇട്ട് കൊടുക്കാം. കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കാം. റവ പെട്ടെന്ന് കട്ടയാവും. ഉണ്ടോ, അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും പെട്ടെന്ന് കുറുകി വന്നത് കണ്ടോ. റവ ആയിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, നല്ലോണം കട്ടയായി. ഞാൻ അതിനകത്തേക്ക് പഴത്തിൻ്റെ മിക്സ് ഞാൻ റവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ കുറച്ച് ഏലക്കാപ്പൊടി, പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്, കുറച്ച് ഏലക്കാപ്പൊടി. റവയും പഴവും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. റവയും പഴം കൊണ്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാനത് തീ ഓഫ് ചെയ്യാൻ പോകണം. കണ്ട, നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി കൈ കൊണ്ടൊന്ന് കുഴയ്ക്കാം. തീ ഓഫ് ചെയ്യാണ്, ഒന്ന് തണുക്കട്ടെ. ചൂടങ്ങോട്ട് ശരിക്കും അറിയിട്ടില്ല, എന്നാലും ഒരുവിധം ചൂടിൽ കുഴയ്ക്കണതാണ് നല്ലത്. നല്ലോണം പഴം എല്ലാം കൂടി മിക്സ് ആവണമല്ലോ. ആ നെയ്യടിയും എല്ലാം കൂടി മിക്സായാലാണ്. ചൂടാണ്. ചൂട് കാരണം കൊണ്ട് രക്ഷയില്ല. ഒന്ന് ചൂടാറട്ടെ. ഞാൻ ഇതുപോലെ കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഉരുട്ടിയെടുക്കാം. ഇതുപോലെയാണ് ഞാൻ ഉരുട്ടിയെടുക്കണം കേട്ടോ.
ഇതുപോലെയാണ് ഞാൻ ഉരുട്ടിയിരിക്കണേ. ഞാനെല്ലാം ഉരുട്ടിയെടുക്കട്ടെ. ഇതുപോലെയാണ് ഞാൻ എല്ലാം അങ്ങനെ ഉരുട്ടിയെടുക്കണേ. പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ ഒഴിക്കണം. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവറാണ്. ഞാൻ ഈ ബോളുകൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾ പാടത്തെ കായ കണ്ടില്ലേ, അതിൻ്റെ പഴമാണ് കേട്ടോ. പഴവും റവയും. ഒന്ന് ഒരു വശം മൊരിയട്ടെ, എന്നിട്ട് മറിച്ചിടാം. ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു വശം കുറച്ച് മൊരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ മൊരിഞ്ഞോട്ടെ. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ പഴവും റവയും കൂട്ടിയ ബോൾസുകൾ പൊരിച്ചെടുത്തേക്കണത്. ബാക്കിയുള്ളതും കൂടി ഞാൻ പൊരിച്ചെടുക്കട്ടെ. റവയും പഴം കൊണ്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല മഴയാണ്. സൗണ്ടൊക്കെ ഉള്ളത് നോക്കിയേ മഴയുടെ. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ പാടത്തെ പഴം തന്നെയാണ്. പഴം ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. കേൾക്കണുണ്ടാവുമെന്ന് അറിയില്ല, ഭയങ്കര സൗണ്ട്. ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനുള്ളത്. കാണാനും ശ്രമിക്കണം, കണ്ടാലാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.